ഹലോ ഗുഡ് മോർണിംഗ്. ഞാൻ ചോറൊക്കെ വെന്തിട്ടുണ്ട്. ഒരു ചെറിയ വീഡിയോ ഇട്ടുതരാൻ അത് വെച്ചിട്ട് എടുക്കുന്നത്. ചോറ് വെന്തില്ല. ചോറും ഞാൻ കോരിയിട്ട് അത് കഴിഞ്ഞിട്ട് തണുപ്പ് കൊടുത്ത് തിളപ്പിച്ചിട്ട് പിന്നെ കടലയും നമുക്ക് കഞ്ഞിയും കടലയൊന്നും ഇല്ല. കുറച്ച് ദിവസം വീഡിയോ ഞങ്ങൾ മതിയാവും വീഡിയോ പിന്നാക്കാൻ നിൽക്കാറുള്ള വീഡിയോ. പിന്നെ ഇന്നലേക്ക് നമുക്ക് കറികളുണ്ട്. ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു. നോമ്പില്ലോ ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കറികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഒന്ന് കടല് ആ കറിയായിട്ടൊന്ന് സെറ്റാകാന്ന് വെച്ചിട്ടാ. അല്ലാണ്ട് വേറെ ഒന്നല്ലാട്ടാ. അപ്പൊ ഞാൻ കുറച്ച് പാത്രങ്ങൾ ഇവിടെ ഭംഗിയായിട്ടിരിക്കുന്നു മോറാനായിട്ട്. ചോറ് ഊറ്റി കഴിഞ്ഞിട്ട് കഴുകി ഫിനിഷ് ആക്കാം. കൂട്ടാൻ കടല വെന്ത് കറി കാച്ചി കഴിഞ്ഞിട്ടുണ്ട്. തണുത്ത ചോറ് ഞാൻ ഊറ്റിയിരിക്കുന്നത് അത് ചെറിയ ഊറ്റി വയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അത് തിളപ്പിച്ച് വെച്ചിട്ട് ഊറ്റാൻ പോകും. കഞ്ഞിയുടെ കഴിഞ്ഞിട്ട് ഈ നല്ല ചോറ് വൈകുന്നേരത്തിൽ മാറ്റി വെച്ചിട്ട് അത് ഞാൻ ഊറ്റിയുള്ളൂ കേട്ടോ. എന്നിട്ട് കഞ്ഞി കുടിച്ചു പണ്ട് പറയാന്നു പാത്രങ്ങൾ കുറച്ച് പാത്രങ്ങൾക്ക് മോറി കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ചോറ് നല്ല ചോറ് അങ്ങനെ ഊറ്റിയിട്ട് വൈകുന്നേരത്തിൽ ഇട്ട് ചേർക്കണം. താല്പര്യം ഊറ്റിയിട്ട് അല്ലെങ്കിൽ ചോറ് ചിലവ് മതിയാണ്. അങ്ങനെയാകുമ്പോൾ എല്ലാവരും കഴിച്ചോളൂ. അത് തന്നെ ഞാൻ ഊറ്റിയുള്ളൂ. മറ്റേ കൂടെ ഞാൻ ഇട്ട് ഊറ്റാൻ എനിക്ക് ഇഷ്ടമാണ്. അത് തന്നെ ഊറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ അടലയിൽ ഫാൻ എക്സോസ്റ്റ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് അത് തന്നെ ചൂടുന്നൊരു ഒരു സന്തോഷം നടക്കേ. അങ്ങനെ നല്ല കാര്യങ്ങൾ വന്നത് മണി സമയവും പറഞ്ഞ് കഞ്ഞി കുടിക്കണം നേരമായി ഒടുങ്ങി നമുക്ക് ചെടികൾ നനയ്ക്കാൻ പോകണം. കുറേ തുണി കഴുകാനുണ്ട്. വേറെ ഒന്നുമില്ല. സോപ്പും പൊടി കഴിഞ്ഞിരിക്കുന്നു. സോപ്പിൻ്റെ വെള്ളയിൽ ഞാൻ സോപ്പ് വെള്ളം ഹാൻഡ് മെയ്ഡില്ലേ ആ സാധനം മേടിക്കാറ്. ഡിഷ് വാട്ടർ ആയാലും വാഷിംഗ് മെഷീനിലുള്ള ഇതായാലും ലിക്വിഡായിട്ട് ഞാൻ മേടിക്കാറ്. അത് ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെ അപ്പുറത്തുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതുവരെ അത് മേടിക്കാൻ പോകാൻ എനിക്ക് പറ്റിയിട്ടില്ല. അത് നമ്മൾ 5 കിലോൻ്റെ ഓരോ ബോട്ടിൽ വാങ്ങിച്ചാൽ നമുക്കത് കുറേ ദിവസത്തേക്ക് ഉണ്ടാവും. നമ്മൾ കുക്കറായാലും കാണിച്ചൊരുങ്ങി. അപ്പോൾ ദേ നമ്മുടെ പാത്രങ്ങളൊക്കെ മോറി ചോറൊക്കെ ദേ വെന്തിറങ്ങി. കടല ബീഫ് ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ്റെ ഒരു കുറച്ച് കറിയുണ്ട് കേട്ടോ. അതൊക്കെ ചൂടാക്കി ഞാൻ താഴത്ത് ഇറക്കി വെച്ചു. അതൊന്നും ഇപ്പോൾ നമുക്ക് കാണണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കേട്ടോ. ദേ ഫാനും എക്സോസ്റ്റും അടുക്കളയിൽ വെച്ച് കഴിഞ്ഞ് പെയിൻറ്റ് ചെയ്യണം. അടുക്കളയിലൊരു കാര്യം കണ്ടു. നിങ്ങൾ ഈ ഗ്യാസിൻ്റെ എല്ലാ സാധനം ഞങ്ങൾ ശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ പൊത്ത് പോലത്തെ അടുക്കളയിൽ ഇവിടെ കഴുകണ്ട. ഇനി അത് പെയിൻറ്റിങ് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് പൂച്ചകൾക്ക് ഞാൻ ചോറ് കൊടുക്കണം. അവർ തൊയിരൊന്നും അരിഞ്ഞത് പോടാ കണ്ട വേവിച്ച് വെച്ച് ചാളി എടുക്കാൻ പോണം. അവൻ്റെ പങ്ക് ഇങ്ങോട്ട് പോടാ. മീൻ വേണ്ട. ആർക്കാ ചോറ് വേണ്ടേ? ആർക്കാ അവിടെ ചോറ് വേണ്ടത്? തള്ളിച്ച് മീൻ വേണ്ട. മാമ വേണ അത്ത മാമ വേണം എൻ്റെ മോൾക്ക്. പൂച്ചയേ ഇവളെൻ്റെ ഏറ്റവും മൂത്ത പൂച്ചയേട്ടാ. 10 വയസ്സായാണ്. ചുന്തിരിക്കോട്ട അവള് ചുന്തിരിക്കോട്ട. മീമി മാമ കൊണ്ട് തന്നെ എല്ലാവരും ഹാജരിടുക. ആ വാശുകൂട്ട കൊട്ടായിട്ട് കുറുമ്പരിക്കലുണ്ടോ? അനിയനെ തല്ലി ഓടിച്ചവൻ. കുറുമ്പാസവൻ കുറുമ്പാസ് ഡാ കട്ടുതീനി. ഇവൻ കട്ടുതീനികളെ ഇവളുടെ മോനാണ് ഇത് കേട്ടോ. ഞാൻ വന്നു ബാസ് കീരിക്കാട് വയനാട് മാമുണ്ണ അപ്പോൾ തേനട്ടോ. അവരുടെ ചോറ് ഞാൻ മീന് ചാളയും മഞ്ഞക്കാരൊക്കെ ഉണ്ടാകും. അതിന് 2 വീതം വേവിച്ച് അവർക്കുള്ള ചോറ് സെറ്റാക്കും. ആദ്യം നമ്മുടെ കുറുമനെ കൊടുക്കാം കേട്ടോ. ഇവനെ ഇവിടെ വെച്ച് കൊടുത്ത അവൻ്റെ ബാധ തീർന്നു. എന്നാ എന്തിട്ടത് ഉണ്ണികളികളെ ആദ്യം നിങ്ങൾക്ക് കിട്ടണല്ലേ? ഉണ്ണികളിക്കല്ലടാ ആദ്യം. വയ്യോ ഉണ്ണികളൊക്കെ വാ. കണ്ടു ചേട്ടൻ്റെ എനിക്ക് പങ്കുള്ള ഇവിടെ വയ്യോ വയ്യോ ഇവിടെ ചവള അങ്ങോട്ട് നമുക്ക് ആരേ ഈശോ തല്ലുകൂടൽ തല്ലുകൂടണ്ട തരില്ലേ? എന്തിനാ തല്ലുകൂടണവരുടെ കാണുക. എനിക്ക് ഇവൻ്റെ ചോറ് കൊടുക്കണോടത്ത് ഇവൻ്റെ ചോറിൽ പെങ്ങൾക്ക് പോയി കഴിച്ചപ്പോൾ ഒരാളെ ഉപദ്രവിക്കില്ല. കുട്ടികളെ ഒന്നും ഉപദ്രവിക്കില്ല കേട്ടോ. ഡാ കുറുമ്പ ഡാ
ആക്രമണത്തിൽ കണ്ട നല്ല പൊരിഞ്ഞ തീറ്റയല്ല അവർ നേരത്തിന് അവർക്ക് കിട്ടണം മനുഷ്യന്മാരുടെ പോലെ തന്നെ. അത് കഴിഞ്ഞ് പറ്റിയെങ്കിൽ ആരംഭില്ലാണ്ട് അങ്ങോട്ട് ഒതുങ്ങിയിരുന്നുള്ളൂ കേട്ടോ. തിരികട വരുന്നറിഞ്ഞില്ലേ, ഉറുമ്പ് വരുമ്പോഴേക്ക് വേഗം നിന്നോ, ഉറുമ്പ് വരും അവർക്ക് ഇപ്പോൾ ഇവിടെ ഭക്ഷണം ഇട്ട് ക്ലീൻ ആക്കണം. അപ്പം അങ്ങനെ കേട്ടോ. തള്ളമ്മയ്ക്ക് ഇവിടെ വേറെ വെച്ച് കൊടുത്തു. ഉണ്ടക്കണ്ണി വന്നിട്ടില്ല, അവൾ തെണ്ടാൻ പോയിട്ട് വരട്ടാവും. നിൻ്റെ അനിയനെ എന്തൊരു ചെയ്താ തിന്നാ തിന്നോ. നിൻ്റെ അനിയനെ എന്തൊരു ചീച്ചടി ചെണ്ടിയോ, എൻ്റെ പയ്യടി ചെണ്ടി അമ്മച്ചോട് പയ്യടി സൗണ്ട് ഉണ്ടാക്കി. അവനെ കടിക്കണ കാടൻ അവിടെ വന്നു. അപ്പോൾ ഇവിടെ ഭയങ്കര എന്ത് കലിപ്പില്ല ചോറ് തിന്നണേ, എന്തിന് കലിപ്പില്ല ചോറ് തിന്നണടാ നീ. അമ്മേനെ കൂക്കിട് പൊന്നോ നോക്കണ്ടേ നീ എന്നെ. അമ്മച്ചീനെ കൂക്കിടാ നല്ല കണ്ട റണ്ണിങ്ങാ. അവള് ചേട്ടച്ചൻ്റെ ചോദ്യം ചേട്ടച്ചനെ വെച്ചെടുത്തതല്ലടിയാർന്ന പാവോ. അപ്പം നിങ്ങളൊക്കെ ക്ഷമ പോലെ നോക്കിയൊന്ന് ലാസ്റ്റ് പഠിക്കുന്ന ആളെ പറ്റാ. സഹോദരങ്ങളെ ഒരാളെ ഉപദ്രവിക്കില്ല. ഇവൻ്റെ ഒപ്പം എത്തിയവൻ അവൻ പെണ്ണ് പിടിക്കാണ്ടിരിക്കുക. അവൻ്റെ പെണ്ണ് പൂച്ചകളുടെ അടുത്ത് പോണേന് അവനെ അടി ഓടിച്ചു ഇവൻ സൂത്രക്കാരൻ. അപ്പം അവനെ കടിക്കുന്ന ആൾ വന്നപ്പോൾ ഒതുങ്ങിയിരിക്കുക. അതവിടെ വന്നിട്ടുണ്ട് ചോറിന് വേണ്ടിയിട്ട് കടിക്കണ കടന്ന് ഞാൻ കാണിച്ചു തരാം. അവനെ ഞാൻ ഒരു ശരം ചോറ് കൊടുക്കാറുണ്ട്. പാവം വയ്യാണ്ടായി ഒടുങ്ങി തരാട്ടറാ നിനക്ക് ചോറ് എടുക്കട്ടെ അമ്മച്ചി. പകുന്ന് വഞ്ഞ് തിന്നണ എന്തിട്ടാണ് നിന്റെ കൂട്ടുകാരവിടെ ഇരിക്കും റൈഡി കൊണ്ട് അവനെ കൊടുക്കറ ഒരു ഉരുള ഇല്ലേ. എന്തൊരു ദേഷ്യം അവനോടുള്ള ദേഷ്യം കാരണം. വരട്ടെ നിന്നെ പിടിക്കട്ടെ അവൻ. എൻ്റെ ധൈര്യത്തിൽ അവിടെ ഇരിക്കണം കണ്ട. അവന് മാത്രം ചോറ് നിന്റെ കൂട്ടുകാരോട് നിന്നെ ഇട്ടിക്കുന്ന ആൾ നിൽക്കണ്ടാ. നീ കഴിച്ചറാ ഒരു ഉരുളാട്ടോ. അവരെ അടിക്കായിരിക്കോട്ടറാ നീയേ കേടാ പോടിയാണ്. ചേട്ടൻ ചെന്ന് നോട്ടറി വെറുതെ അവൻ്റെ കയ്യിൽ തട്ടി മേടിക്കുന്ന കണ്ടു. അവനൊരു ഉരുള ചോറ് കൊടുത്ത് മേടിക്കാൻ ഇവിടെ എല്ലാവരും കാവല നമുക്ക്. അപ്പോൾ ഞാൻ കുറച്ച് ചോറും കടലെടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിക്കട്ടെ. പൂച്ചോളൊക്കെ കഴിഞ്ഞു. ഇനി ഞാനൊരു 2 വെറ്റ് കഴിക്കട്ടെ, അല്ലെങ്കിൽ എനിക്ക് വയറുവേദന വരും, അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പം ഞാൻ ഇത് കഴിക്കട്ടെ കേട്ടോ. അപ്പം ഇനി നമുക്ക് നമ്മുടെ ചെടികളൊക്കെ നനയ്ക്കാൻ പോകാം കേട്ടോ. ചേച്ചാനാണെങ്കിൽ കാറ് പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പം നമുക്ക് വേഗം ചെടി നനയ്ക്കാൻ വരുമ്പം കേട്ടോ. അതേ ഞാൻ എൻ്റെ ചെടികളൊക്കെ നനച്ചു കേട്ടോ. ചെടികളൊക്കെ നന കഴിഞ്ഞു. എൻ്റെ കൊക്കിപ്പൂവൊക്കെ വീണ്ടും ഞാൻ കുറേ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ വരുത്തിയിട്ടുണ്ട് ഒക്കെ. ഇന്നലെ ഞാൻ ഒരു 15 കവറിൽ കയറ്റി അങ്ങനെ കയറ്റി. നമ്മുടെ എവർഗ്രീൻ അടിപൊളിയായിട്ട് വരുന്നില്ലേ എനിക്ക് കണ്ട. പിന്നെ ഞാൻ ഇതിനെ ഇട്ട് കൊടുക്കണതേ നമ്മുടെ ഈ ചെടികളൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടോ. കണ്ട അതിൻ്റെ പൂവിനൊരു ഭംഗിയുണ്ട് കണ്ട, നല്ല ഭംഗിയുള്ള പൂക്കളാണ്. പിന്നെ ഞാൻ ഈ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കപ്പലണ്ടി പിണ്ണാക്കും ചാണകവെള്ളമാണ് കേട്ടോ. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന അടുക്കളയിൽ വരുന്ന എല്ലാ വേസ്റ്റും ഇതിൽ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കും. നമ്മുടെ ഓറഞ്ച് ചെറ്റിയൊക്കെ അപ്പോൾ അതേ നന്നായി കൊഴുത്ത് പിടിച്ച് ഒന്നും ഉണ്ടാക്കുക. നമ്മളെപ്പോഴും ഇവരെ കൂടെ നോക്കുമ്പോൾ ഒരു പൂ ഇട്ട ചെറ്റിപ്പൂ ഇതേ റോസ് കളറുള്ളത് കുറ്റിയുമ കണ്ടമാനം പിടിച്ച് കിട്ടി അങ്ങനെ. അപ്പോൾ ഞാൻ ഇവർക്കൊക്കെ മറ്റേ ഇത് വേസ്റ്റൊക്കെ കൊടുന്ന് ഞാൻ ഇവരെ കടയിലിട്ട് കൊടുക്കും. ഓരോരുത്തർക്കും മാറി ഇട്ട് കൊടുക്കും കേട്ടോ. വെള്ളച്ചെറ്റി ഇവിടെ നന്നായി പൂ കിട്ടും. ഇത് നമ്മുടെ സാധാരണ പൂ. ഈ മഞ്ഞ കോളാമ്പി ഫ്രണ്ടിലുള്ളതെന്ന് അതിനെ ഞാനൊരു കഷ്ണം പൈപ്പ് മേടിച്ചിട്ട് അതിലിറക്കി നിർത്തിയിട്ടാണ്. അപ്പോൾ അവനും പൂ കിട്ടും അവിടെ കണ്ട അടിപൊളിയായിട്ട്. കണ്ട സൂപ്പറായി. അവിടെയൊക്കെ മുട്ടിട്ടിട്ടുണ്ട്. നന്നായി കിട്ടി. അതിൽ പൈപ്പ് നിറച്ച് ഞാൻ വേവിച്ച് കൊണ്ടിടും. അപ്പോൾ അവരും നന്നായി കിട്ടി അങ്ങനെ കേട്ടോ. അത് നമ്മുടെ മഞ്ഞച്ചട്ടി വീണ്ടും തളർത്ത് കഴിയുമ്പോൾ പൂവുണ്ടാവും. വെന്നിപ്പുറത്തൊക്കെ നമ്മുടെ അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. എപ്പോഴും ഇവരുടെ കൂടെ നിൽക്കുമ്പോൾ കുഴപ്പമില്ല, അടിപൊളിയായിട്ട് വരുന്നുണ്ട്. പിന്നെ വേസ്റ്റുകളാണ് അധികം ഇവർക്ക് പ്രാധാന്യം. പിന്നെ കപ്പലണ്ടി പിണ്ണാക്ക് ചാണകവെള്ളം. പിന്നെ ഞാൻ നമ്മൾ നടക്കണ അടച്ചാലേ അവിടെ നിന്ന് ഇങ്ങോട്ട് ചെടിയിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അടച്ചാലും മുളകും തയ്യ്, അതുപോലെ തന്നെ തക്കാളി തയ്യ്, പപ്പത്തയ്യ് 3-4 ഞാൻ നട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാം അങ്ങനെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അത് കാരണം നല്ല അതൊക്കെ വലുതായി വരുമ്പോൾ പപ്പക്കായ കാശ് കൊടുത്ത് മേടിക്കുക ചെയ്യണം.
പിന്നെ ബാക്കിലുള്ള മഞ്ഞ കുളമ്പി അടിപൊളിയായിട്ട് പൂക്കളുണ്ടാവും കേട്ടോ. സൂപ്പറായിട്ട് പൂക്കളുണ്ടാവും. പിന്നെ അധികം വളമൊന്നും വേണ്ട, പിന്നെ അധികം വെയിലും വെള്ളം മാത്രം ഉണ്ടായി അവൻ അടിപൊളിയായിട്ട് പൂവുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ കുറ്റി റോസ് വീണ്ടും മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ടോ, തളിർത്ത് വീണ്ടും മുട്ടിട്ട് തുടങ്ങിയത് അടിപൊളിയായിട്ടുണ്ട്. ഇതിന് ഞാൻ ചാണകവെള്ളം കപ്പലണ്ടി പിണ്ണാക്കി തന്നെ ഇടാട്ടോ അവർക്കൊക്കെ. പിന്നെ നമ്മൾ ചീഞ്ഞ മുട്ടയൊക്കെ ഉണ്ടാവും, അങ്ങനെ മുട്ട കുറേ മേടിക്കും. അപ്പോൾ ചില ദിവസങ്ങളിലത് നാശമായി പോകും. അടേനി അതുപോലെ തന്നെ നമ്മുടെ സൂപ്പറായി കിട്ടി. 4 കട നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ 2 കട അത് ഇലകളേക്കാളും കൂടുതൽ നമുക്ക് പൂക്കളുണ്ടായി കിട്ടി. അടേനീത്തിനൊന്നും ഞാൻ അങ്ങനെ അധികം വളം കൊടുത്തിട്ടില്ല, എന്നാലും ചാണകവെള്ളം കപ്പലണ്ടി പിണ്ണാക്കി കുറേശ്ശെ ഒഴിച്ച് കൊടുക്കും. അടേനിയം ഇത് നമ്മൾ തൊറിയാണ് കേട്ടോ. ആന്തോറിയ അങ്ങോട്ട് പിടിച്ച് കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ആന്തോറിയത്തിന് ശരിക്കും തണൽ വേണം. നേരിയ വെയിലായാലും അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. തണലാണ് ഇവരുടെ പ്രധാനം. ഇവിടെ വലിയ വെയിലില്ല, എന്നാലും തളർത്ത് ഉണ്ടാവുന്നുണ്ട്. കണ്ടമാനം പൂവുണ്ടാവണില്ല, കണ്ടമാനം പൂവുണ്ടാവുമ്പോൾ ഭംഗിയുണ്ടാവും. എന്നാലും ഉണ്ടാവുന്നുണ്ട് കേട്ടോ, തളിർത്ത് വരുന്നുണ്ട്, കുഴപ്പമില്ലാണ്ട് കണ്ടോ അടിപൊളിയായിട്ടുണ്ടാവും. അവർക്കും ഞാൻ ഇതുപോലെ തന്നെ ചാണകവെള്ളമൊക്കെ അടിക്കുക. പിന്നെ മാഗ്നീഷ്യം സൾഫേറ്റ് ഞാനിങ്ങനെ അടിച്ചു കൊടുക്കാറുണ്ട് ഇത്. അപ്പോൾ എൻ്റെ സ്പ്രേ കുപ്പി ചീത്തയായി കാരണം ഞാനത് ചെയ്യാറില്ല കുറച്ച് ദിവസമായിട്ട്. നാടൻ റോസ് ഒരു ബക്കറ്റിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അവനും വിട്ട് പിടിച്ചിട്ട് പൂവുണ്ടായി കാണിച്ചു തരുന്നുണ്ട്. വളരെ സന്തോഷം തോന്നിയാലേ. അപ്പോൾ അവനും തളിർക്കുന്നുണ്ട് കണ്ട. അവൻ്റെ കടയിൽ ഞാൻ കുറേ സവാളതുകൊണ്ട് മുട്ട ചീഞ്ഞ മുട്ടകളും അതുപോലെ തന്നെ വേസ്റ്റുകളൊക്കെ കൊണ്ടിടുമ്പോൾ അടിപൊളി. ഇവൻ വീണ്ടും പൂവിട്ട് തുടങ്ങി, മുട്ടിട്ട് തുടങ്ങി കണ്ട. ഇവർക്ക് വരുമ്പോൾ ഒരു കുരുപ്പ് പോലെ വരുന്നുണ്ട്. പക്ഷേ ഞാനിതുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഓസ് ഇങ്ങനെ നന്നായി പ്രസ് ചെയ്തിട്ട് ചീറ്റിച്ചിട്ട് കൈ കൊണ്ട് പിടിക്കും, മുട്ട് പൊട്ടി പോകാതിരിക്കുക. എന്നിട്ട് പമ്പ് ചെയ്യുമ്പോൾ നന്നായിട്ട് അതിൻ്റെ പ്രാണികളൊക്കെ പറന്ന് പോകുമ്പോൾ അത് കിളിർത്ത് നല്ല ഭംഗിയിൽ വരും. പിന്നെ ജമന്തി വീണ്ടും നമുക്ക് പൊടിച്ച് കിട്ടിയിട്ട് അതിനൊക്കെ നമുക്ക് പറിച്ച് വേറെ ചട്ടികളിൽ വെക്കണം. നമ്മുടെ ഈ റോസിൻ്റെ ഇതൊക്കെ ഞാനൊരു ദിവസം അതിനിട്ട വളത്തിൻ്റെ വ്യത്യാസം കൊണ്ട് എന്താണെന്നറിയില്ല ആകെ കരിഞ്ഞു കേട്ടോ. അത് വീണ്ടും പൊടിച്ച് വരണുള്ളൂ, അടിയിൽ നിന്ന് ഇളപൊട്ടി പൊടിച്ച് വരുന്നുണ്ട്, കുഴപ്പമില്ലാണ്ട് ഭംഗിയായി വരുന്നുണ്ട്. അടേനി ഇതേ വീണ്ടും അവിടെ കണ്ടോ. എനിക്കൊരു 2 കടയുമ്പോൾ ഇല മാത്രം, ഇലയില്ല പൂക്കൾ മാത്രം. എനിക്ക് വളരെ സന്തോഷം തോന്നിയാലേ. ഇതേ ഇവിടെ 2 കടയും കൂടി അതുപോലെ കിട്ടിയതാണ്. നമ്മുടെ കുഞ്ഞേശ്വരി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അത് ഭംഗിയായി പൊടിച്ച് കിട്ടി, ഭംഗിയായി കിട്ടി. ഇനി അത് നന്നായി ഉണ്ടായിക്കോളും. നമ്മളെ വീട്ടിലില്ലാണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചെടികളൊന്നും ശരിയില്ല. അതുപോലെ നമ്മുടെ സർപ്പറത് ഇവിടെ ഭംഗിയായി വരുന്നുണ്ട്. പിന്നെ ഇള പറിച്ച് വെക്കാറായിട്ടുണ്ട്. നല്ല ചട്ടികൾക്ക് മാറ്റി മാറ്റി വെക്കണം. ഹാങ്ങിങ് ബോട്ടിൽ ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് മതിലുമ്പോൾ കമ്പി കൊടുത്തിട്ട് അതെനിക്ക് മാറ്റാനുള്ളതാണ്. പണിക്കാരൻ വരാത്ത തന്നെ നമ്മളതിങ്ങനെ ഇതായി നിൽക്കണം കേട്ടോ. ഞാൻ പുള്ളിക്ക് ചട്ടിയിലൊക്കെ സെറ്റാക്കി വരുന്നുണ്ടെന്ന് മാത്രം. അപ്പം അങ്ങനെയൊക്കെയാണ്. ചെടിയൊക്കെ നനഞ്ഞ് കഴിഞ്ഞ് ഇങ്ങനെ വന്നിരിക്കുമ്പോഴേക്കും ജോസേട്ടൻ വന്നു. എന്നിട്ട് നിനക്ക് മേടിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സോപ്പ് പൊടി കൊണ്ടുപോയി വന്നു. സോപ്പ് പൊടി കൊടുന്നു. ഒക്കെ അതേ ഒരു ട്രിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്, ഇനി ഇവിടെ കുറച്ചും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വാഷ് ചെയ്യാനായിട്ട് ഇടട്ടെ കേട്ടോ. സോപ്പ് നല്ലത് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സർഫ് എക്സലിൻ്റെ സോപ്പും പൊടിയെ കൊടുന്നു. ഞാനിപ്പോൾ ലിക്വിഡ് കുറേ നാളായിട്ട് ഒഴിക്കണം, അപ്പോൾ ഞാൻ കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുള്ളൂ, ഞാൻ ബോക്സിൽ ഇടില്ല. അങ്ങനെയാണ്. നോക്കി നോക്കാം. ജിജാൻ്റെ ജീൻസും പിന്നെ ആദ്യം കിടക്കണത് നോക്കിയിട്ട് രണ്ടാമത് അലക്കേണ്ട വരികയാണെന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആകുമ്പോൾ നമുക്ക് തുണിയിൽ പിടിക്കില്ല, അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ അത് സോക്ക് ചെയ്ത് പറഞ്ഞാൽ കുഴപ്പമില്ല.